നമ്മുടെ വിഷയം പ്രാചീന കേരളത്തിൻ്റെ ഭരണാധികാരികൾ. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ ആര് ഭരിച്ചു എന്ന്? ആധുനിക കേരളം രൂപം കൊണ്ടതിന് ഏറെ മുൻപ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്, തുറമുഖങ്ങളുടെ നാട്, മൺസൂൺ കാറ്റുകൾ വീശുന്ന ഈ ഭൂമി ശക്തമായ വംശരാജ്യങ്ങളും യുദ്ധവീര രാജാക്കന്മാരുമായും ലോകവ്യാപാരവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. അവരുടെ കഥകൾ ഇന്നും നിലനിൽക്കുന്നു. സംഘസാഹിത്യത്തിൽ, പുരാതന ശിലാലിഖിതങ്ങളിൽ, വിദേശയാത്രക്കാരുടെ രേഖകളിലും. നമ്മൾ സമയം പിന്നോട്ട് സഞ്ചരിക്കാം, സംഘകാലത്തേക്ക്. ഏകദേശം ക്രിസ്തുവിന് മുൻപ് 300 മുതൽ ക്രിസ്തുവിന് ശേഷം 300 വരെ. ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭൂരിഭാഗവും ചേര രാജവംശത്തിന്റെ ഭരണത്തിലായിരുന്നു. സംഘഗ്രന്ഥങ്ങളിൽ ഇവരെ ചേര പെരുമാൾമാർ എന്ന് വിളിക്കുന്നു. ചേരന്മാർ നിയന്ത്രിച്ചത് മുഴുവൻ പടിഞ്ഞാറൻ തീരപ്രദേശവും ആയിരുന്നു. കുരുമുളക്, മുത്തുകൾ, കടൽ വ്യാപാരം കൊണ്ട് പ്രശസ്തമായ പ്രദേശം. അതുകൊണ്ട് തന്നെ പുരാതന കേരളം ലോകത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായി മാറി. റോമിൽ നിന്നും, അറേബ്യയിൽ നിന്നും, ചൈനയിൽ നിന്നും കപ്പലുകൾ കേരളത്തിന്റെ തുറമുഖങ്ങളിലെത്തി സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി. ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ഒരാൾ ചെങ്കുട്ടവൻ ചേരൻ ആയിരുന്നു. ചുവന്ന ചേരൻ എന്നും അറിയപ്പെട്ടവൻ. സംഘം കവിതകൾ അവന്റെ സൈനിക ശക്തിയെയും നീതിയെയും തമിഴ് സംസ്കാരത്തെ പിന്തുണച്ചതിനെയും പ്രശംസിക്കുന്നു. പരമ്പരാഗത കഥകൾ പ്രകാരം അവൻ ഹിമാലയം വരെ സൈനിക യാത്ര നടത്തിയതായും കണ്ണകി ആരാധന സ്ഥാപിക്കാൻ സഹായിച്ചതായും പറയുന്നു. മറ്റൊരു പ്രധാന ഭരണാധികാരി ഉദിയൻ ചെറലാതൻ ആയിരുന്നു. ആദ്യകാല സംഘയുദ്ധങ്ങളിലും വ്യാപാരമാർഗങ്ങളുടെ സംരക്ഷണത്തിലും അവൻ പ്രശസ്തനായിരുന്നു. ഈ രാജാക്കന്മാർ യുദ്ധത്തിലൂടെയല്ല ഭരിച്ചത്, വ്യാപാരികളുമായും ക്ഷേത്രങ്ങളുമായും പ്രാദേശിക നേതാക്കളുമായും കൂട്ടുകെട്ടുകൾ രൂപപ്പെടുത്തി. സംഘകാലത്തിനു ശേഷം ഭരണം ക്രമേണ മാറി. 6-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ കുലശേഖര രാജവംശം കേരളത്തിന്റെ വലിയ ഭാഗങ്ങൾ ഭരിച്ചു. അവരുടെ തലസ്ഥാനം മഹോദയപുരം ആയിരുന്നു, ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്ത്. കുലശേഖര ആഴ്വാന്മാർ പോലുള്ള രാജാക്കന്മാർ രാഷ്ട്രീയ ശക്തിയെയും ആത്മീയ സ്വാധീനത്തെയും ഒന്നിച്ചു കൂട്ടി. അതേസമയം നാടുവാഴികളും ദേശവാഴികളും ചെറിയ പ്രദേശങ്ങൾ ഭരിച്ചു. പുരാതന കേരള ഭരണാധികാരികൾ മതസഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിച്ചു. ഹിന്ദുക്കൾ, ബൗദ്ധന്മാർ, ജൈനന്മാർ, യഹൂദർ, ക്രിസ്ത്യാനികൾ, പിന്നീട് മുസ്ലിങ്ങൾ പോലും ഇവിടെ ഒരുമിച്ച് ജീവിക്കുകയും വ്യാപാരം നടത്തുകയും ചെയ്തു. കേരളത്തിലെ കുരുമുളകിനെ ഒരു കാലത്ത് വിളിച്ചിരുന്നത് കറുത്ത പൊന്ന്. അതുകൊണ്ട് പ്രധാന സന്ദേശം ഇതാണ്: പുരാതന കേരളം ഒരിക്കലും ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നില്ല. അത് ആഗോളമായി ബന്ധിക്കപ്പെട്ടതും സാംസ്കാരികമായി സമൃദ്ധമായതും രാഷ്ട്രീയമായി പുരോഗമിച്ചതുമായ ഒരു നാടായിരുന്നു. അവരുടെ പൈതൃകം ഇന്നും ജീവിക്കുന്നു. ക്ഷേത്രങ്ങളിൽ, പരമ്പരകളിൽ, സ്ഥലനാമങ്ങളിൽ, കേരളത്തിന്റെ സാംസ്കാരിക സ്വഭാവത്തിൽ. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.